ദിവസവും മാസവും തീയതിയുമെല്ലാം അറിയാൻ നമ്മൾ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വർഷത്തെ ഒരു കൊച്ചു കലണ്ടർ. ഇതിന്റെ പുറകിൽ ഒരു മലയാളി. ഇദ്ദേഹത്തെ പരിചയപ്പെടാം. അബുദാബി മുസഫയിലെ ഒരു നിർമ്മാണ കമ്പനിയിൽ ഡിസൈൻ കോർഡിനേറ്ററായി ജോലി ചെയ്യുകയാണ് കണ്ണൂർ പള്ളിക്കര സ്വദേശി മുഹമ്മദ് റാഫി ആനക്കാരൻ. കലണ്ടറുകളാണ് ഈ യുവാവിന്റെ ഇഷ്ടവിഷയം. കലണ്ടറുകളെക്കുറിച്ചും സോളാർ സിസ്റ്റത്തെക്കുറിച്ചും പഠിക്കുക എന്നത് ഒരു വ്രതമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഇദ്ദേഹം. 5 ലക്ഷം വർഷത്തെ ഏറ്റവും ചെറിയ കലണ്ടർ ഉണ്ടാക്കി വ്യത്യസ്തനായിരിക്കുകയാണ് മുഹമ്മദ് റാഫി ഇപ്പോൾ. തന്റെ വിസിറ്റിംഗ് കാർഡിന്റെ ഒരു പുറത്തിലാണ് റാഫി ഇത് തീർത്തിരിക്കുന്നത്. 9 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും മാത്രമാണ് ഈ കലണ്ടറിന് ഉള്ളത്. ടെക്സ്റ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 9.5 mm ആണ്. അതും പിന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ 7 സ്റ്റെപ്പ് വെച്ചിട്ടാണ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്ന് മുതൽ 7 വരെ കൊടുത്തിരിക്കുന്നത്. ലക്ഷങ്ങളെയും ആയിരങ്ങളെയും സ്റ്റെപ്പ് 1 ഒതുക്കി, സ്റ്റെപ്പ് 2 നൂറ്റാണ്ടുകൾ ഒതുക്കി, സ്റ്റെപ്പ് 3 പതിറ്റാണ്ടുകൾ ഒതുക്കിയിരിക്കുന്നത്, സ്റ്റെപ്പ് 4 വർഷങ്ങളെയും, സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് മാസങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇരിക്കുന്നത്, സ്റ്റെപ്പ് 6 ഡേറ്റ്, സ്റ്റെപ്പ് 7 നമുക്ക് ഉദ്ദേശിച്ച ദിവസങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ. അതിൽ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ, എക്സാമ്പിൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്പേസിനകത്ത് തന്നെ. പിന്നെ കലണ്ടറിൻ്റെ ലീപ്പ് ഇയറിനെ കുറിച്ചും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം വർഷത്തെ ഇത്രയും ചെറിയ കലണ്ടർ ഇതാദ്യമായാണ് നിർമ്മിക്കപ്പെടുന്നത്. ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ശ്രമത്തിലാണ് റാഫി ഇപ്പോൾ. ഇതിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. ജൂലിയൻ കലണ്ടർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 365 ദിവസം 6 മണിക്കൂർ എന്നുള്ള കാൽക്കുലേഷനിലായിരുന്നു. പിന്നെ 1582 ഒക്ടോബർ 2 ഒക്ടോബർ 4 പോപ്പ് ഗ്രിഗോറിയൻ 13 കണ്ടെത്തിയിരിക്കുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം 6 മണിക്കൂറല്ല, മറിച്ച് 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 16 സെക്കൻഡേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും ഈ 582 വർഷം കൊണ്ട് 10 ദിവസത്തെ ഡിഫറൻസ് അവിടെ വന്നിരിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1582 ഒക്ടോബർ 4 വ്യാഴം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 1582 ഒക്ടോബർ 15 പോപ്പ് ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത വ്യാഴം 4 കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 15 പ്രഖ്യാപിച്ചു. അങ്ങനെ അതൊക്കെ എൻ്റെ കലണ്ടറിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ഈ കലണ്ടർ നിർമ്മിച്ചതെന്ന് റാഫി വ്യക്തമാക്കുന്നു. കലണ്ടറിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തുന്നവർക്ക് നിശ്ചിത തുക നൽകാൻ തയ്യാറാണെന്നും ഈ യുവാവ് വെല്ലുവിളിക്കുന്നു. ഇനി പുറത്തേക്ക് ചാലഞ്ചായിട്ട് ഞാൻ എടുക്കാൻ തയ്യാറാണ്. അതായത് ഒരു വലിയൊരു തുക നമ്മൾ ഒരു ഡേറ്റിന് ഇറക്കുന്നു, ഒരു 3 മാസത്തെ പീരീഡ് കൊടുക്കും. ഈ 3 മാസത്തെ പീരീഡിനകത്ത് വേൾഡ് വൈഡായിട്ട് ആരെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുക കൊടുക്കാൻ തയ്യാറാണ്. അതിൽ 20% ഞാനും 80% ഒരു പ്രോൺസറിയും ഏറ്റെടുക്കണം. ഈ 20% ഞാൻ കൊടുക്കുന്നത് എന്നിൽ നിന്നുള്ള വിശ്വാസം പ്രോൺസർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ആരെങ്കിലും 3 മാസം കൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ആ 80% തുക എനിക്ക് പ്രോൺസർ തരേണ്ടി വരും. തന്റെ കൃത്യമായ ജന്മദിനം മനസ്സിലാക്കാൻ ഹിജ്റ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയാണ് മുഹമ്മദ് റാഫി കലണ്ടറിന്റെ ലോകത്ത് എത്തുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 11 മാർച്ച് 1972. പക്ഷെ ഇവരൊക്കെ ഹിജ്റ കലണ്ടർ നന്നായി ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവർ പറഞ്ഞത് റംസാൻ 17 1392. ഈ 2 പ്രകാരം ഞാൻ 1972 കൊണ്ടുവന്ന് ഒരുമിച്ച് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോഴേക്കും റംസാൻ 17 വന്നിരിക്കുന്നത് ഒക്ടോബർ 25. അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഗ്രിഗോറിയൻ കലണ്ടറിലുള്ള എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെന്നും ഹിജ്റ കലണ്ടർ ശരിയാണെന്നും. കാരണം ഹിജ്റ കലണ്ടർ ശരിയാണെന്ന് പറയാൻ കാരണം വീട്ടിലുള്ള ഉമ്മയും ആൾക്കാരൊക്കെ ഹിജ്റ കലണ്ടർ നന്നായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതിലൂടെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പഠിച്ചു വരുന്നത്. പിന്നീട് ഞാൻ കാൽക്കുലേഷൻ ഓഫ് ദ കലണ്ടർ, ഹിസ്റ്ററി ഓഫ് ദ കലണ്ടർ ഇതൊക്കെ പഠിച്ച് തുടങ്ങുമ്പോഴേക്കും കുറച്ച് കൗതുകം തോന്നി ഇതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട്. പഠനം വിപുലമായപ്പോൾ എന്തുകൊണ്ട് തനിക്ക് വ്യത്യസ്തമായ ഒരു കലണ്ടർ ഉണ്ടാക്കിക്കൂടാ എന്ന ചിന്തയായി. അങ്ങനെ 3 വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം വർഷത്തെ കലണ്ടർ ഇദ്ദേഹം തയ്യാറാക്കി. A4 സൈസിലായിരുന്നു ഈ കലണ്ടർ നിർമ്മിച്ചത്. ഈ കലണ്ടറിന്റെ വലിപ്പം ചെറുതാക്കുന്നത് എങ്ങനെയെന്ന ചിന്തയാണ് 5 ലക്ഷം വർഷത്തെ ഏറ്റവും ചെറിയ കലണ്ടർ എന്നതിലേക്ക് റാഫിയെ കൊണ്ടെത്തിച്ചത്. കലണ്ടറിൽ ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും തനിക്ക് നടത്താനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുഹമ്മദ് റാഫി.